സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വീക്ക് അവസാന അംഗത്തിന് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. സീസൺ 7ലെ 7 ഫൈനലിസ്റ്റുകൾ ഫിനാലെ വീക്കിൽ 7 കണ്ടസ്റ്റൻസ് ആണ് നിലവിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളത്. നമ്മുടെ നൂറ, അനീഷ്, ഷാനവാസ്, അക്ബർ, അനുമോൾ, നെവിൻ, ആദില. അപ്പം ഈ ഒരാഴ്ച മിഡ് വീക്ക് എഡിഷൻ കണ്ടേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ 7ാമത്തെ സീസൺ ആയതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ഏറ്റവും അവസാനം 7 പേരെ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഫിനാലെ വീക്കെൻഡ് കൂടി നടത്താനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പോലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സീസൺ കൊണ്ടുപോകണമെങ്കിൽ മേ ബി ഒരു ഫിനാലെ വീക്കിന് മുന്നേ ഒരു മിഡ് വീക്ക് എഡിഷൻ നടത്താനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടുവന്നതുപോലെ ടോപ്പ് 6നെ വെച്ചുകൊണ്ടായിരിക്കും എഡിഷൻ നടക്കാൻ പോകുന്നത്. എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒരു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഒരു മിഡ് വീക്ക് എഡിഷൻ എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഇനി അവസാനിക്കുന്ന 7 കണ്ടസ്റ്റൻസും ഈ ഒരു അവസാന ആഴ്ചയിലെ നോമിനേഷൻസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഒരു മിഡ് വീക്ക് എഡിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും പുറത്തേക്ക് പോകാൻ സാധ്യത കൂടുതലെന്നും അതുപോലെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ ഈ ഒരു സീസൺ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്, ആരുടെ കയ്യിലിരിക്കും സീസൺ 7ന്റെ കപ്പ് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്താണെങ്കിലും നമുക്ക് നിലവിൽ പ്രേക്ഷകരുടെയൊക്കെ ഒരു സപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സേഫ് സോണിൽ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് വരെ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ ഒരു ടോപ്പ് 3യിൽ നമുക്ക് അനീഷ്, ഷാനവാസ്, അനുമോള് എന്നിവരെയൊക്കെ പറയാൻ സാധിക്കും. ഒരു ടോപ്പ് 5 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നത് പോലെ തന്നെ അക്ബർ അതുപോലെ തന്നെ നൂറ ആയിരിക്കാനാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരു നെവിനോ അല്ലെങ്കിൽ ആദിലയോ ഇതിൽ ആരെങ്കിലും ഒരാളെ റീപ്ലേസ് ചെയ്ത് എത്താനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നൂറയെ റീപ്ലേസ് ചെയ്ത് നെവിൻ എത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. നെവിനൊക്കെ ഇപ്പോൾ നല്ലൊരു സപ്പോർട്ടും പ്രേക്ഷക പിന്തുണയൊക്കെ കണ്ടുവരുന്നുണ്ട് സോഷ്യൽ മീഡിയ പോളുകളും അതുപോലെ തന്നെ ഓഡിയൻസ് ട്രെൻഡ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഒരു മിഡ് വീക്ക് എഡിഷൻ വരുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ആദില പുറത്തു പോകാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആദില നോറയുടെ കേസ് നോക്കിക്കഴിയുമ്പോൾ അവരെ രണ്ടുപേരെ ഒന്നിച്ച് ഈ ഒരു ടോപ്പ് 7ലേക്ക് ഇട്ടതുകൊണ്ട് തന്നെ അവരുടെ വോട്ടും സ്പ്ലിറ്റ് ചെയ്തു പോകും. അത് ബിഗ് ബോസിന്റെ ഒരു തന്ത്രമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം അവസാന സമയത്ത് അവർ ഒരാളെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാലെ വീക്കിന് തൊട്ടു മുമ്പ് ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ വോട്ടിൽ നല്ല കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകാനും ഒരു കണ്ടസ്റ്റന്റിലേക്ക് അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നവരുടെ വോട്ട് ഒരു കണ്ടസ്റ്റൻസിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി മറ്റുള്ള കണ്ടസ്റ്റൻസിന് അതൊരു പ്രശ്നമാകാതിരിക്കാൻ കൂടി തന്നെയാണ് അവരെ എവിക്റ്റ് ചെയ്യാതെ ആദ്യം കീപ്പ് ചെയ്ത് ഈ ഒരു ഫിനാലെ വീക്ക് വരെ എത്തിച്ചിരിക്കുന്നത്. സോ അവരുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, രണ്ടുപേർക്കും വേണ്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അവരൊരാളിലേക്കും അല്ലെങ്കിൽ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർ രണ്ടുപേരെ തന്നെ വോട്ട് ചെയ്യുക ചെയ്യും. സോ അവരുടെ വോട്ടുകളും സ്പ്ലിറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഡ് വീക്ക് എഡിഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ നമുക്ക് ആദില അതുപോലെ തന്നെ നൂറ രണ്ടുപേർക്കും സാധ്യതകൾ കാണുന്നുണ്ട്. നെവിനേക്കാൾ കൂടുതൽ ഇവർ രണ്ടുപേരുമാണ് കാണുന്നത്. കാരണം ഇവരുടെ വോട്ടുകൾ ഒന്നിച്ചല്ല വരുന്നു, ഇവർ രണ്ട് പേരായിട്ട് വന്ന് ഇവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയും കൂടുതൽ സാധ്യതകൾ ആദിലേക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നെവിനൊക്കെ ഈ പറയുന്നത് പോലെ ടോപ്പ് 5ലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ നൂറയെ പിന്തള്ളി നെവിൻ ടോപ്പ് 5ലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആരൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പ് 5 എന്ന് പറയുന്ന ഈ ഒരു സീസണിലെ ഒരു സീസൺ 7 ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടോപ്പ് 7 നോക്കിയാൽ മതി. ബട്ട് സ്റ്റിൽ അവസാന സമയത്തേക്ക് വരുമ്പോൾ ഒരു ടോപ്പ് 5 ഒക്കെ ആണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ പോകുന്ന ഈ ഒരു ഫൈനൽ വീക്കിൽ നിങ്ങൾ പ്രേക്ഷകർ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്നൊന്ന് ഷെയർ ചെയ്യുക. എന്നാണെന്നുണ്ടെങ്കിൽ നൂറ, അനീഷ്, ഷാനവാസ്, അക്ബർ, അനുമോൾ, നെവിൻ, ആദില 7 കണ്ടസ്റ്റൻസ് ഇവരിൽ ആരായിരിക്കും കപ്പ് ഉയർത്താൻ പോകുന്നതെന്നും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.